അള്ളാഹുവിന്റെ തീരുമാനം അത് മാത്രമേ നടക്കൂ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, വിദേശിയായ ഒരു മനുഷ്യനെ അന്യനാട്ടിൽ കൊണ്ടുപോയി അള്ളാഹു പാർപ്പിച്ച് അതിന് പൗരത്വം കൊടുത്ത് ആ മഹാനെ കൊണ്ട് അന്നത്തെ ഏറ്റവും വലിയൊരു നാടിന്റെ രാജാവാക്കി അള്ളാഹു വാഴ്ത്താൻ അള്ളാഹു ചെയ്ത ഹിക്മത്തുകൾ നിങ്ങൾക്ക് ഓർമ്മല്ലേ? അന്ന് ലോകമറിയപ്പെടുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് അന്ന് ഈജിപ്തും ഇന്ത്യയും പേർഷ്യയും. ഈ രാജ്യങ്ങളാണ് അന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഈജിപ്തിലേക്ക് നന്മയുടെ വെളിച്ചമെത്തിക്കാൻ അള്ളാഹു ചെയ്ത പണി എന്താണ്? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ എറിയുന്നു സ്വന്തം ജ്യേഷ്ഠന്മാർ. ആ കുഞ്ഞിനെ യാത്രക്കാർ കൊണ്ടുപോയി ഈജിപ്തിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അവിടുത്തെ അസീസു മിസ്ർ, ഈജിപ്തിന്റെ ഗവർണർ, ഈജിപ്തിന്റെ ഭരണാധികാരി, അവിടുത്തെ കിങ് യൂസുഫ് അലൈഹിസ്സലാമിനെ വിലക്ക് വാങ്ങുന്നു. ഭാര്യയോട് പറയുന്നു, അക്രിമി മത്വാ, ഇത് നമ്മുടെ പൊറ്റുപുത്രനാണ്, നമുക്ക് വളർത്താം. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടുത്തെ ക്രൗൺ പ്രിൻസ് ആയി മാറുന്നു, രാജകുമാരനായി മാറുന്നു. കൊച്ചുനാളിൽ വന്നതുകൊണ്ട് ആ നാട്ടുകാരനായി മാറി. ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ പാസ്പോർട്ട് കിട്ടിയെന്ന് പറയും, പൗരത്വം കൊടുത്തു എന്ന് പറയും. ആ മഹാനാണ് പിന്നെ ഈജിപ്തിന്റെ അധികാരിയാകുന്നതും ഈജിപ്തിനെ ദഅവത്ത് ചെയ്യുന്നതും.